നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കർക്കിടക മാസത്തിൽ ഒരു കഞ്ഞി കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ. പലതരത്തിൽ ഔഷധ കഞ്ഞികൾ നമ്മൾ കഴിക്കുമല്ലോ. ചിലപ്പോൾ ഉലുവക്കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ തന്നെ കക്കുങ്കായ അരച്ച കഞ്ഞി അരച്ചുണ്ടാക്കിയ കഞ്ഞി കഴിക്കാം. അപ്പോൾ ഉലുവക്കഞ്ഞി നമ്മൾ മുമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് പേര് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഉലുവക്കഞ്ഞിയുടെ റെസിപ്പി. ഇന്ന് ഞാൻ ഉണ്ടാക്കണത് കർക്കിടക കഞ്ഞിക്കൂട്ട് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു കഞ്ഞിക്കൂട്ടാണ് കേട്ടോ. കണ്ടോ, ഇത് കടകളിൽ നിന്ന്, അതായത് ആയുർവേദ കടകളിൽ ഒരുപാട് മരുന്നുകൾ അതുകൂടെ എഴുതി വെച്ചിട്ടുണ്ട്. ചേരുവകളും മരുന്നുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞവര അരിയാണല്ലോ കഞ്ഞിക്ക് ആവശ്യം. അതുകൂടാതെ അതിൽ കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇടാനായിട്ട് ഉപ്പ്, ഇന്ദുപ്പ്, പിന്നെ അതിലൊന്ന് ലേശം ഒരു താളിച്ച് ചേർക്കാനായിട്ട് എള്ളാണ് ചേർത്തേക്കണത്, എള്ള്. അപ്പം ഞവരരി, എള്ള്, ഉപ്പ്, ഇന്ദുപ്പാണത്. പിന്നെ കുറേ മരുന്നുകളുടെ ഒരു പാക്കറ്റാണ് ഉള്ളത്. 7 ദിവസത്തേക്കാണ് ഈ കഞ്ഞിക്കൂട്ട്, കർക്കിടക കഞ്ഞിക്കൂട്ട്. അപ്പം അതിലേക്ക് നമ്മൾ ഒന്ന് പങ്ക് വെച്ചിട്ട് നമുക്ക് 7 ദിവസം കഞ്ഞി കുടിക്കാം കേട്ടോ. ഇവിടെ ഞാനും രാജേട്ടനാണ് കഴിക്കണത്. അതിന് 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് ഒരാൾക്കുള്ളതാണ് 7 ദിവസത്തേക്ക്. അപ്പോൾ 2 പാക്കറ്റ് വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ 2 ആളും കൂടിയിട്ട് ഒരുമിച്ചാണ് ഇത് ഉണ്ടാക്കണത്. ഒരു പാക്കറ്റിൽ സാധനം എനിക്കും ഒരെണ്ണത്തിലേക്ക് രാജേട്ടനും. നമുക്കിത് പങ്കുവെച്ച് വയ്ക്കാം കേട്ടോ. ഞാൻ തുറന്നു. ഇതാണ് അതിനുള്ളിലത്തെ കിറ്റ്. ഇതിൽ 3 പൊതിയുണ്ട്. അരിയുടെ പൊതിയുണ്ട്, 2 തരം മരുന്നുകളുടെ പൊതിയുണ്ട്, പിന്നെ ഒരു എള്ളിൻ്റെ പൊതി, ഒരു ഇന്ദുപ്പിൻ്റെ പൊതി. തുറന്ന് നോക്കാം കേട്ടോ നമുക്ക്. ഇത് 350 ഗ്രാം അരിയാണ്, ഞവര അരി. 50 ഗ്രാം വെച്ചാണ് ഒരു ദിവസത്തേക്ക് എടുക്കേണ്ടത്. നമുക്കിതിനെ 7 ആയിട്ട് പങ്കുവയ്ക്കാം. ഒന്നാമത്തെ സെറ്റ് പൗഡറാണ്. ഞാൻ പറഞ്ഞല്ലോ കുറേ മരുന്നുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ സെറ്റായിട്ട്. അതിൻ്റെ ആദ്യത്തെ സെറ്റ് മരുന്നുകളാണ്, എല്ലാം കൂടി പൊടിച്ചത്. ഇത് 70 ഗ്രാമാണ്. 10 ഗ്രാം വെച്ചാണ് കഞ്ഞിയിലേക്ക് ചേർക്കേണ്ടത്. ഇത് രണ്ടാമത്തെ സെറ്റ് മരുന്നുകളാണ്, 15 ഗ്രാമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് 7 ദിവസത്തേക്കായിട്ട് പങ്കുവയ്ക്കാം കേട്ടോ. ഇത് ഇന്ദുപ്പാണ്, കഞ്ഞിയിൽ ഇടാനുള്ളതാണ്. ഇത് കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ താളിച്ച് ചേർക്കാൻ, നെയ്യിൽ താളിക്കാൻ എള്ളാണ്, കടുകല്ല. ഇത് രണ്ടും അവസാനം ആവശ്യമുള്ളൂ. ഇത് 50 ഗ്രാം അരിയാണ്, ഇത് 50 ഗ്രാം. അങ്ങനെ 7 പാത്രത്തിലാക്കിയപ്പോൾ 350 ഗ്രാം അരി 7 പാത്രത്തിലാക്കിയപ്പോൾ 50 ഗ്രാം വെച്ചിട്ടുള്ള 7 പാത്രം. 7 ദിവസത്തേക്കുള്ളതാണ്. അപ്പോൾ ഇന്ന് വയ്ക്കാൻ പോണത് ഇതാണ് കേട്ടോ. അതുപോലെ ഇതും നമുക്ക് കറക്റ്റായിട്ട് 7 പാക്കറ്റാക്കാം. 1 2 3 4 5 പിന്നെ 6 7 7 പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. കഴുകിയടപ്പത്ത് വെച്ചു. ഒരു കട്ടനരി ആയതുകൊണ്ട് വേവാൻ സാധ്യത ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഒരു 2-3-4 വിസിൽ വരട്ടെ അല്ലേ, എന്നിട്ട് ഓഫാക്കാം. 3-4 വിസിൽ വന്നു. ഇത് വെന്തുണ്ടോയെന്ന് നോക്കാം നമുക്ക്. വെള്ളമൊക്കെ വറ്റിയതിൽ കേട്ടോ. മുഴുവൻ വറ്റിയിട്ടില്ല. വെന്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി ചേർക്കാം. ഒന്നും കൂടി ശരിക്കും കുറച്ച് വെള്ളം വേണം. തീ കത്തിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിക്കാം കേട്ടോ. തിളച്ച വെള്ളം തന്നെയാണ് ഞാനിതിലേക്ക് ഒഴിക്കണത്, പച്ചവെള്ളമല്ല. ഇനി നന്നായിട്ട് തിളക്കട്ടെ, ഒന്ന് കഞ്ഞി ആവട്ടെ ബെസ്റ്റായിട്ട്. ഒരു കൊഴുപ്പൊക്കെ വേണ്ടേ. കറ്റനരിയാണ്, അവരരി, നല്ല തവിടുള്ള അരി. ഇതാണ് 2 തരം പൊടിയുണ്ടല്ലോ. ഞാനത് പൊടിയാക്കി 2 ആളുടെ പൊടിയുണ്ട് കേട്ടോ. ഇത് നേരത്തെ അരി വെച്ചപ്പോൾ അങ്ങനെ തന്നെയാണ്. 50 ഗ്രാമിൻ്റെ 2 അടി എടുത്തപ്പോൾ 100 ഗ്രാം ഉണ്ടായിരുന്നു. അതുപോലെ 2 പാക്കറ്റ് പൊടിയും ഒരുമിച്ച് വെച്ചു, ഒരുമിച്ചിട്ടു. നന്നായിട്ടൊന്ന് ഇതിൽ ഇളക്കി ചേർക്കാം. പൊടി നന്നായിട്ട് ഇതിൽ കലരട്ടെ. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി തിളപ്പിക്കണം. കുറച്ചുകൂടി വെള്ളം വേണമെന്ന് തോന്നണം കേട്ടോ, അല്ലെങ്കിൽ തണുക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കട്ടയാവും. കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചു. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ തിളച്ചു കേട്ടോ, ബെസ്റ്റായിട്ട് തിളച്ചു. നല്ല കഞ്ഞിയുടെ ഒരു നല്ല കൺസിസ്റ്റൻസി ആയി. നമുക്കിതിലേക്ക് ഇനി
ഇന്ദുപ്പിടാം. ഇതാണ് ഇന്ദുപ്പ് കേട്ടോ. ഔഷധിയിൽ തന്നെ ഇന്ദുപ്പ് അവർ വെച്ചിട്ടുള്ളതാണ്. നിന്ന് ഒരു നുള്ള് അത് അതിലേക്ക് ആവശ്യമുള്ള ഇന്ദുപ്പ് എടുത്ത് ഞാനിട്ടു. ഇളക്കാമൊന്ന്, എല്ലാ ഭാഗത്തേക്കും ഉപ്പെത്തട്ടെ. ഞാൻ തീ ഓഫാക്കി കേട്ടോ. ഇനി എള്ളാണ് കേട്ടോ. ഇത് എള്ള് നമുക്കിതിൽ താളിച്ച് ചേർക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചു. ചൂടാവട്ടെ. നെയ്യ്, നിറനെയ്യിലാണ് താളിക്കേണ്ടത്. നമ്മുടെ നിറനെയ്യ് ഇതിലൊഴുക്കി ഒഴിക്കുകയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ഉരുകട്ടെ, നന്നായിട്ട് ചൂടാവട്ടെ. ഇപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് എള്ള് ഇടാം. അതായത് നമുക്ക് തന്നേക്കുന്ന എള്ളിൻ്റെ ഒരംശം, അതായത് ഞങ്ങൾക്ക് 2 പേർക്കുള്ളതാണല്ലോ, അതിട്ടു. താളിച്ച് ചേർക്കാം. തുറന്നിട്ട് ഇത് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ എന്തുകൊണ്ടെങ്കിലും അടച്ചു വെക്കണം, നല്ലതാണ്. ഇത് കുക്കറിൻ്റെ അടപ്പാണ് കേട്ടോ. അപ്പം ഈ പുറത്തേക്ക് എള്ള് തെറിച്ച് പോകില്ല. പൊട്ടലൊക്കെ കഴിഞ്ഞു. പൊരിഞ്ഞു, കണ്ടോ, വെളുത്ത എള്ളായി പൊരിഞ്ഞു. ഓഫാക്കി നമുക്കിതിലേക്ക് ഒഴിക്കാം. ഒഴിച്ചു. നല്ല വാസന വന്നു കേട്ടോ. നെയ്യിൽ മൂപ്പിച്ച കാരണം നല്ല രസമുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇതിന് കുടിക്കാം കേട്ടോ നമുക്ക്. നല്ല ടേസ്റ്റാണ്. അടച്ച് വയ്ക്കാം നമുക്ക് കേട്ടോ. ഇനി അതിന് നമുക്ക് കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പപ്പടം പൊട്ടിച്ച് വറക്കാം, കുറച്ച് കൊണ്ടാട്ടവും വറക്കാം കേട്ടോ. പപ്പടം പൊട്ടിച്ച് വറുത്തെടുക്കാം. 2 പപ്പടമാണ് പൊട്ടിച്ച് വറുത്തെടുത്തിരിക്കുന്നത്. പുളിയുള്ളൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുക. കൊണ്ടാട്ടമൊക്കെ കഴിക്കാം. കയ്പ്പയ്ക്ക കൊണ്ടാട്ടം നമ്മൾ ഇന്നാൾ ഉണ്ടാക്കിയില്ലേ, കുറച്ച് കയ്പ്പയ്ക്ക കൊണ്ടാട്ടം, അതാണിത് കേട്ടോ. അപ്പം അത് വറുത്തെടുക്കാം. പിന്നെ മുമ്പ് കുറച്ച് കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി വറുക്കാട്ടോ നമുക്ക്. അപ്പോൾ കൊണ്ടാട്ടങ്ങളൊക്കെയാണ് കഞ്ഞിക്ക് കഴിക്കുന്നത്. ചുണ്ടങ്ങി കൊണ്ടാട്ടമാണ്. മുമ്പത്തെ കുമ്പളങ്ങ എടുത്തുകൊണ്ട് അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഉള്ളി മൂപ്പിക്കുകയാണ്. അത് എന്തിലേക്കെന്നറിയോ, നമ്മളുടെ ഇതിലേക്കൊരു കറി വേണ്ട. ഞാൻ ഗ്രീൻ പീസ് കറി കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമുള്ള കറി വെച്ചിട്ടുണ്ട്. പുളി കൂട്ടി കഴിക്കാൻ പാടില്ല എന്ന് പറയാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഉള്ളി മൂത്തപ്പഴി മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, കുറച്ച് അധികം ഇടാൻ പാടില്ല, ഇത്തിരി മസാലപ്പൊടി ഇട്ടു. ഇനി ഞാൻ വേവിച്ച് വച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. കുറച്ച് മതിയല്ലോ. എരിവധികം വേണ്ട, പുളി അധികം വേണ്ട എന്നൊക്കെയാണ് പറയുക കഷായം കഴിക്കുമ്പോൾ. കഷായക്കഞ്ഞിയല്ലേ, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടോ അതിലേക്ക്. അപ്പം നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. നമുക്ക് കഴിക്കാം കേട്ടോ. വിളമ്പാം.